സുന്ദരനും സുശീലനുമായ ഒരു നവവരനും സുന്ദരിയും സുശീലയുമായ ഒരു നവവധുവുമാണെന്ന് നമ്മളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന അതിഥി ആരാണ് മറ്റാരുമല്ല സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയിട്ടുള്ള അലിൻ ജോസ് പെരേരയും അതാണ് റീൽസിന് വേണ്ടി ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ചെയ്തിട്ടില്ല? ഇല്ല. മീഡിയ അറ്റൻഷനിൽ അങ്ങനെയല്ലല്ലോ പോയിരിക്കുന്നത്. നിങ്ങൾ വിവാഹിതരായി, നിങ്ങളത് എവിടെയെങ്കിലും വിവാഹിതരായിട്ടില്ല എന്ന് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഓൾറെഡി എവിടെയാ പറഞ്ഞത്? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കാണുന്ന ഈ ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? പറ്റിച്ച് ജീവിക്കുന്നവരാ പുല്ല. പിന്നെ അപ്പൊ നിങ്ങൾ ഇതെന്ത് ഗിമ്മിക്കാണ്? ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിലൂടെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? സാമാന്യമായ രീതിയിൽ ചോദ്യം ചോദിച്ചു. ചൂടാകുന്നല്ലോ, ഇത് മാന്യമായിട്ടുള്ള ചോദ്യമാണ്. എനിക്കൊന്നും ഇഷ്ടമെന്ന് പറഞ്ഞേക്ക്. അദ്ദേഹവും ഇട്ടിരിക്കുന്നത് നിങ്ങൾ വിവാഹിതനായി എന്ന രീതിയിൽ തന്നെയാണല്ലോ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു? അത് ആദ്യം പറയും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അലിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് കോപ്രായം കാണിച്ചും ആരെ കൂടെ കൂട്ടിയും വൈറലാകുക എന്നുള്ള ഒരു രീതിയിലേക്കാണോ മുന്നോട്ട് പോകുന്നത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ! ആക്രമിക്കാൻ വരിക, കൊല്ലാൻ വരിക, തല്ലാൻ വരിക, അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ കടന്നു പോയിട്ടുള്ളതാണ്. എന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ ആവും. മനസ്സിലായ? ഗെയിം ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. താങ്കൾ ഇപ്പോഴേ ഫൂൾ അല്ലേ അലിൻ ജോസ്? അതെ ഞാൻ പറയും, ഇപ്പോൾ തന്നെ താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? ഒരു സ്ഥലമാണ് അവിടെ ഒന്നും മോശം കാണിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടി അമ്പലത്തിന്റെ ഫ്രണ്ട് അല്ല ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ളവരെ വിമർശിക്കും. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ ഞാൻ അങ്ങനെയുള്ള ഒരുത്തനാണോ? എല്ലാത്തിനും നാട്ടുകാർ എന്റെ മണ്ടക്കാരൻ പറഞ്ഞു. അതിന്റെ കൺക്ലൂഷൻ പറയണ്ടേ? നീ ഒരു കോപം പറയണ്ടാ, ഉദ്ദേശിക്കുന്നത് നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. എന്റെ വായിലിരിക്കുന്നു, താങ്കൾ കേൾക്കും. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ പാടാ, നാണം കെട്ട എന്നെ ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ